ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 20, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ. ഗോളിൽ നർബോണിൽ ജനിച്ച് റോമൻ സൈനിക ഉദ്യോഗസ്ഥനായ സെബസ്ത്യാനോസ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യുന്നവരെ സഹായിക്കാനാണ് റോമൻ സൈന്യത്തിൽ ചേർന്നത്. രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറായ 2 പേരെ ജയിലിലെത്തി സെബസ്ത്യാനോസ് ധൈര്യം പകർന്നു. ഇതറിഞ്ഞ ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ജൂപ്പിറ്റർ ദേവന് ധൂപമർപ്പിച്ച് ജീവൻ രക്ഷിക്കാൻ ആജ്ഞാപിച്ചു. സെബസ്ത്യാനോസ് പറഞ്ഞു, ഈശോയുടെ സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂ മെത്തയിൽ കൂടി നടക്കുന്നത് പോലത്രേ. ഇത് കേട്ട് കുപിതനായ ചക്രവർത്തി സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊല്ലാൻ ആജ്ഞാപിച്ചു. മരത്തിൽ കെട്ടി ഘാതകർ എത്ര അമ്പെയ്തിട്ടും മരിക്കാത്ത സെബസ്ത്യാനോസിനെ ഇരുമ്പു വടികൊണ്ട് അടിച്ചുകൊന്നു. മരണം വരെ വിശ്വസ്തനായിരുന്ന് ജീവന്റെ മകുടം ചൂടി. വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങളിലും വിശ്വാസം പരീക്ഷിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളും അങ്ങയെപ്പോലെ സധൈര്യം വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കാൻ വേണ്ട കരുത്തിനായി ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.